ചെല്ല്, കുഞ്ഞിന് വിശക്കുന്നുണ്ട്, ചെന്ന് കഴിക്ക്. ഹരി സ്നേഹത്തോടെ പാറുവിനെ നോക്കി. പേടിക്കണ്ട, ഞാൻ എങ്ങും പോണില്ല, ഇവിടെ തന്നെയുണ്ട്. അവളുടെ വിറയൽ ഒതുങ്ങിയിട്ടില്ല. ലല്ലുമോളെ വലിച്ചെടുത്തുകൊണ്ട് പാറു അകത്തേക്ക് നടന്നു. നീയും ചെല്ല് അജു. തിണ്ണയിലിരുന്ന ഭക്ഷണപ്പൊതി അവന് നേരെ നീട്ടി ഹരി പറഞ്ഞു. സീതേച്ചി. ചുവരിൽ ചാരി ആ ലോകത്തൊന്നുമല്ലാത്തതുപോലെ ഇരിക്കുന്ന സീതയെ ചൂണ്ടി അജു ഹരിയെ നോക്കി. സീതേച്ചി ഇപ്പോൾ വരും, നീ ചെന്ന് പാർവിനും മോൾക്കും എടുത്തു കൊടുക്ക അജു. ഹരി അവനെ ആശ്വസിപ്പിച്ചു. ഒന്നുകൂടി സീതയെ നോക്കിയിട്ട് അജു അകത്തേക്ക് കയറിപ്പോയി. ഡീ. ഹരി സീതയുടെ കവിളിൽ തട്ടി. ഐസ് പോലെ മരവിച്ചിരുന്നു ആ കവിളുകൾ. എഴുന്നേറ്റ് വന്നേ, വല്ലതും കഴിക്കണ്ടേ? സമയം ഒരുപാടായി. ഇങ്ങനെ ഇരുന്നത് കൊണ്ട് പ്രശ്നം തീരില്ലല്ലോ. ഹരി അവളുടെ അരികിലിരുന്നു. ഹരി, എൻ്റെ ചേച്ചി. എനിക്കറിയില്ല ഹരി, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. സീതയുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ ചേച്ചി മാത്രമാണോടി? എൻ്റെ പ്രാണൻ കൂടിയല്ലേ? ഗിരീഷ് എന്നൊരു ആഭാസനെ ഇനിയും ഞാൻ എൻ്റെ പെണ്ണിനെ എറിഞ്ഞു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹരി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതെനിക്ക് വിട്ടേക്ക്. എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും സംരക്ഷിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാൻ എനിക്കറിയാം. അതോർത്ത് നീ പേടിക്കുകയേ വേണ്ട. ഹരി ഉറപ്പ് പറഞ്ഞിട്ടും തുറന്നു പറയാനാവാത്ത ഒരു അധ്യായം അവൾക്കുള്ളിൽ വീർപ്പ് മുട്ടി. നീ എന്തേ കണ്ണൻ വിളിച്ചിട്ടെടുത്തില്ലേ? അവനെന്നെ വിളിച്ചിരുന്നു. ഇവിടെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞിരുന്നു. ഹരി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ആ പേര് കേട്ടതും സീത വീണ്ടും നടുങ്ങി. അവൻ ഇപ്പോഴുള്ളത് എൻ്റെ തട്ടകത്തിലാണ്. അവന് ചുറ്റും മരണം പതിയിരിപ്പുണ്ട്. റിമിയുടെ വാക്കുകൾ സീതയുടെ ഉള്ളിൽ വന്നലച്ചു. വേണ്ട വേണ്ട ഹരി, വിളിക്കണ്ട. സീത ഹരിയുടെ കയ്യിൽ പിടിച്ചു. എന്താടി, എന്തു പറ്റി? അവളുടെ മുഖത്തെ പേടി കണ്ടിട്ട് ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. ഒന്നുമില്ല. ഒന്നും പറയണ്ട ഹരി. അല്ലേൽ തന്നെ കണ്ണേട്ടൻ അവിടെ. വേണ്ട ഹരി, വേണ്ട. അപ്പോഴേക്കും സീത കരഞ്ഞു തുടങ്ങി. ശരി, വിളിക്കുന്നില്ല, നീ കരയല്ലേ. ഹരി ഫോൺ ഓഫ് ചെയ്ത് വീണ്ടും പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവളെ നോക്കി. ഗിരീഷ് ഒറ്റയ്ക്കാണോ വന്നത്? പെട്ടെന്നുള്ള ഹരിയുടെ ചോദ്യം സീതയൊന്ന് പകച്ചു. അല്ല, വേറെയും 2 പേരുണ്ടായിരുന്നു. സീത പറഞ്ഞത് കേട്ട് ഹരിയൊന്ന് അമർത്തി മൂളി. പെട്ടെന്നാണ് സീതയുടെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് അജു അങ്ങോട്ട് വന്നത്. കണ്ണേട്ടനാണ്. അജു നീട്ടിയ ഫോണിലേക്ക് സീത തുറച്ചു നോക്കി. തൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിയോടെ മറുവശത്തിരിക്കുന്ന കണ്ണൻ്റെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തി. അവൾ നിസ്സഹായതയോടെ ഹരിയെ നോക്കി. അവനൊന്ന് കണ്ണുരുട്ടി കാണിച്ചു. സംസാരിക്ക് സീതേ. ഹരി തന്നെയാണ് ഫോൺ വാങ്ങിയിട്ട് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നത്. അജുവും അവനൊപ്പം ചെന്നു. സീത വിറയലോടെ തന്നെ ഫോൺ കാതിൽ ചേർത്ത് വെച്ചു. നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ ലച്ചു? ഹൃദയവേദനയോടെ അവൻ്റെ ചോദ്യം. സീത നിയന്ത്രണം വിട്ട് കരഞ്ഞു പോയിരുന്നു. അവനോട് എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അജു പറഞ്ഞു ഗിരീഷ് വന്നെന്ന്. പേടിക്കണ്ട, അതോർത്ത് ടെൻഷനും വേണ്ട. ഗിരീഷ് ഇനി ആ പടി കടന്നു വരില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. കണ്ണൻ്റെ പതിഞ്ഞ സ്വരം. സീത ഒരക്ഷരം മിണ്ടാതെ കേട്ടിരുന്നു. അവൾക്കുള്ളിലെ മുറിവുകൾ ഒന്നിച്ചു വിങ്ങി. അവനോടൊന്നും പറയാനാവാതെ ശ്വാസം വിങ്ങി. മാറ്റി നിർത്താൻ വയ്യ, മറന്നു കളയാൻ ഒട്ടും വയ്യ. പിന്നെയുള്ളത് മരണമാണ്. അതോടെ എല്ലാം തീരുമെങ്കിൽ അതിനും തയ്യാറാണ്. സീതയുടെ ഹൃദയം കേണു. എന്നോട് എന്തെങ്കിലും പറ ലച്ചു. എനിക്ക് ശ്വാസം മുട്ടുന്നടി. വിളിച്ചു കിട്ടാതാഞ്ഞപ്പോൾ ഞാൻ. കണ്ണൻ്റെ ദയനീയമായ സ്വരം. ഉള്ളം പിടച്ചു. പക്ഷേ അവനോട് എന്തെങ്കിലും പറയാൻ അപ്പോഴും അവൾ അശക്തയായിരുന്നു. ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് നിനക്കെന്നോട് വെറുപ്പായോ ലച്ചു? ഇനിയും ആ വാക്കുകൾ കേട്ടു നിന്നാൽ ഹൃദയം നിലച്ച് താൻ മരിച്ചു പോയേക്കുമെന്നവൾക്ക് തോന്നി. ഒരു വാക്കുമിണ്ടാതെ ഫോൺ കട്ട് ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവൻ്റെ നോവുന്ന ഹൃദയം അവളെ ഒരുപാട് വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. സീത തളർച്ചയോടെ ചുവരിലേക്ക് ചാരി. പാറു. മുന്നിലിരിക്കുന്ന ഭക്ഷണപാത്രത്തിൽ കൈവച്ചുകൊണ്ട് അവൾ ഏതോ ഓർമ്മയിലാണ്. ഹരിയുടെ വിളി കേട്ട് വിറച്ചുകൊണ്ട് ലല്ലുവിനെ ഇറുക്കി പിടിച്ചു. ഹരി വേദനയോടെ അവളെ നോക്കി. കൊണ്ടുവന്ന ഭക്ഷണം അതുപോലെ തന്നെയുണ്ട്. മോളെ ഇങ്ങുതാ, ഞാൻ കൊടുത്തോളാം. കളിച്ചിരിക്കാതെ നീ കഴിക്കാൻ നോക്ക്. ലല്ലുവിനെ പിടിച്ചു വാങ്ങിക്കൊണ്ട് ഹരി കസേരയിലിരുന്നു. പാർവതി ഒന്നും മിണ്ടാതെ അവനെയൊന്ന് നോക്കി. പറഞ്ഞില്ലേ ഞാൻ, വിട്ടേക്ക്. ഇനിയും ഒരിക്കൽ കൂടി ഗിരീഷ് ഈ വീട്ടിലേക്ക് വന്നു നിന്നെയും മോളെയും പേടിപ്പിക്കില്ല. അത് ഞാൻ ഏറ്റു. അവളെ നോക്കി ഹരി പറഞ്ഞു. എന്നിട്ടും തെളിയാത്ത മുഖം. നിനക്കെന്നെ വിശ്വാസമല്ലേ പാറു? ഹരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു.
അതിനും അവൾ ഒന്നും മിണ്ടിയില്ല. ഹരി എന്ന കാമുകനെ നീ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹരി എന്ന നിന്റെ ആ പഴയ കൂട്ടുകാരനെ നിനക്ക് വിശ്വസിക്കാം, ഒരുപാട് വിശ്വസിക്കാം. ഇപ്പോൾ അതിലൊരു ഇത്തിരി കൂടി ബാക്കിയില്ലേടി? അവൻ്റെ ചോദ്യം. പാറുവിൻ്റെ മുഖം അല്പം തെളിഞ്ഞു. അവൾ അവനെ നോക്കി പതിയെ തലയാട്ടി. ഹരിക്ക് ആശ്വാസം തോന്നി. എങ്കിൽ വേഗം കഴിക്കേ, ലല്ലുമോൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതിനിടെ ഹരി പറഞ്ഞു. എന്താടാ? ലല്ലു സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടിട്ട് ഹരി അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ച് വാത്സല്യത്തോടെ ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി. പേടിക്കണ്ടാട്ടോ, ഇനി ആരും എൻ്റെ മോളെ ഒന്നും ചെയ്യില്ല, അങ്കിൾ ഉണ്ടാകും. അവനാ കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു. വേഗം കഴിക്കേ, മോൾക്ക് തന്നു കഴിഞ്ഞ് വേണം നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാൻ. കണ്ടില്ലേ വെറുതെ നോക്കിയിരിക്കുന്നത്? ഹരി അല്പം കുസൃതിയോടെ പറയുന്നത് കേട്ടിട്ട് പാർവതി ധൃതിയിൽ വാരിക്കഴിക്കാൻ തുടങ്ങിയിരുന്നു. മിത്തു, എനിക്കുടനെ നാട്ടിൽ പോണം. പെട്ടെന്നുള്ള കണ്ണൻ്റെ ആവശ്യം കേട്ടിട്ട് മിഥുൻ നെറ്റി ചൊളിച്ചു. എന്താടാ, എന്തെങ്കിലും പ്രശ്നം? അവൻ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ആ പ്രശ്നമുണ്ട്. എനിക്ക് പോണം മിത്തു, എത്രയും പെട്ടെന്ന്. കണ്ണൻ സെറ്റിയിലേക്കിരുന്നു. എടാ, പെട്ടെന്നെന്നൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ എന്തുത്തരം പറയും? അവരുടെ എഗ്രിമെൻറ്റ്. മിത്തു പറയാൻ മടിച്ചുകൊണ്ടവനെ നോക്കി. അത്രമാത്രം തകർന്നിരിക്കുന്ന കണ്ണനോട് ഒന്നും പറയാനും തോന്നുന്നുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എനിക്കുള്ള സമ്പാദ്യം മുഴുവനും കൊടുക്കാം ഞാൻ, അവർക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ. കാരണം എനിക്കിപ്പോൾ പോകേണ്ടത് അത്യാവശ്യമാണ്, കണ്ണൻ ഉറപ്പോടെ പറഞ്ഞു. ഇവർക്ക് എന്നെപ്പോലെ ഒരു 100 ആളെ വേണമെങ്കിലും കിട്ടും മിത്തു. അതുപോലെ തന്നെ എനിക്കും. ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും എൻ്റെ ഈ ജോലി തന്നെ തിരിച്ചു പിടിക്കാം. പക്ഷേ എൻ്റെ പെണ്ണിനിപ്പോൾ എന്നെ ആവശ്യമുണ്ട്. അവൾക്കരികിലെ എൻ്റെ കുറവ് നികത്താൻ ഈ ലോകത്തിലെ ഒന്നിനും കഴിയില്ല. അത്രമാത്രം തകർന്നു പോയിട്ടുണ്ട് എൻ്റെ. കണ്ണൻ്റെ സ്വരമിടറി. പ്രതീക്ഷിച്ചതിലും വലുതാണ് പ്രശ്നമെന്ന് മിഥുന് തോന്നി. നെഞ്ചു പൊടിഞ്ഞ് ഒറ്റയ്ക്ക് നേരിട്ടൊരു നോവിൻ്റെ കഥ അവളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് അവൾക്ക് ആരും കൂട്ടിനുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ് വേദനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാകുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടും അവളെ ഞാനെങ്ങനെ തനിച്ചാക്കും? എനിക്ക് പോണം മിത്തു. അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ ഒരുക്കാണ്. കാരണം നാളെ ഒരിക്കൽ ഇന്ന് അനുഭവിച്ച നോവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അവളുടെ മുന്നിൽ കുറ്റബോധം പേറി നിൽക്കാൻ വയ്യടാ. എൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നിട്ടാണ് ആ വേദന അവൾ നേരിട്ടതെന്ന് അഭിമാനത്തോടെ അവൾക്ക് പറയാൻ ഞാൻ കൂടെ വേണം. കണ്ണൻ്റെ മിഴികൾ കലങ്ങി. അവനോട് എന്ത് പറയണമെന്നറിയാതെ മിത്തു കുഴഞ്ഞു. ഞാൻ വിളിച്ചിട്ടും അവൾക്കൊന്നും പറയാൻ വയ്യടാ. അത്രമാത്രം വേദനിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ എന്നോട് മിണ്ടാതിരിക്കാൻ അവൾക്കാവില്ല. അവനോട് പറയാൻ കഴിയാത്ത ഒരു വേവലാതി മിഥുനെ ശ്വാസം മുട്ടിച്ചു. അപ്പോഴും നീ ടെൻഷനാവല്ലേ കണ്ണാ, പോവാം, ഉടനെ തന്നെ പോവാം. നീ ആദ്യം ഹോസ്പിറ്റലിൽ പോയിന്ന് സംസാരിക്കേ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മിഥുൻ അവൻ്റെ തോളിൽ തട്ടി. കണ്ണൻ മുഖമമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. ഇന്ന് വൈകിട്ട് എനിക്കൊരു ടിക്കറ്റ് വേണം മിത്തു, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. കണ്ണൻ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ്റെ പെണ്ണിനരികിൽ എത്തിയാൽ മാത്രം അലയൊടുങ്ങുന്ന ഒരു കടൽ അവനുള്ളിൽ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അപ്പോഴും ശരിയാണോ ഡാഡി? റിമിയുടെ സ്വരത്തിൽ അല്പം നിരാശയുണ്ടായിരുന്നു. 1-2 ദിവസം കൊണ്ട് ഇവിടെയെല്ലാം സെറ്റാക്കി തിരികെ പോവാനായിരുന്നു അവളുടെ പ്ലാൻ. കണ്ണനെ സീത തള്ളിപ്പറയുമെന്നത് ഉറപ്പാണ്. കാരണം മറ്റെല്ലാത്തിനെയും നിസാരമായി കണ്ടാലും കണ്ണൻ്റെ ജീവനെ മുൻനിർത്തി വാശി കാണിക്കാൻ സീതാലക്ഷ്മിക്ക് കഴിയില്ലെന്നത് അവൾക്ക് ഉറപ്പായിരുന്നു. അത്രയും സ്നേഹമുണ്ടെന്ന് ആ മുഖത്ത് വിരിഞ്ഞ വേദന സാക്ഷിയാണ്. ആ ഓർമ്മയിൽ പോലും റിമിയുടെ മുഖത്തൊരു ക്രൂരത നിറഞ്ഞ ചിരി പടർന്നു. ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്, അതൊരിക്കലും തെറ്റാവാൻ വഴിയില്ല, ജോൺ ഗൗരവത്തോടെ പറഞ്ഞു. ഇന്നലത്തെ പ്രശ്നം അവൾ വിളിച്ചറിയിച്ചു കാണും, അതാണ് പെട്ടെന്നുള്ള അവൻ്റെ ഈ തീരുമാനം. റിമി പറഞ്ഞു. യെസ്, അത് തന്നെയാവും. കാരണം എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ നിന്നും അവരവനെ പരമാവധി ഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിലൊന്നും അവൻ കുലുങ്ങിയിട്ടില്ല. ജീവനുണ്ടെങ്കിൽ പോകുമെന്നാ പറഞ്ഞത്. ജോൺ പറയുന്നത് കേട്ട് റിമിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. അവൻ വരട്ടെ. റിമി ചിരിച്ചു, ക്രൂരമായി തന്നെ. സീതാലക്ഷ്മിക്ക് അവനെ വേണ്ടെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ അവൻ ഇവിടെ വേണം ഡാഡി, അവൾ പറഞ്ഞു. സൂക്ഷിച്ചു വേണം കണ്ണൻ, അവനെല്ലാം അറിഞ്ഞാൽ. ജോണിൻ്റെ സ്വരത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഡോൺ വെറി ഡാഡി, ഇതുവരെയും യാതൊരു സംശയവുമില്ലാതെ ഞാൻ കൊണ്ടെത്തിച്ചില്ലേ. എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന്. റിമിയുടെ ശബ്ദം കടുത്തു.